ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ പഠന പരമ്പരയുടെ 5ാമത്തെ ഭാഗമാണ് ക്രിസ്തീയ കുടുംബം. ക്രിസ്തീയ കുടുംബം എന്ന പഠന പരമ്പരയുടെ 5ാമത്തെ പാഠത്തിലെത്തി നിൽക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ ആരംഭിക്കുന്നത് വിവാഹബന്ധത്തെ ദുഷിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന വസ്തുതകൾ എന്താണ്, സംഗതികൾ എന്താണ്, വിവാഹബന്ധത്തെ തകർക്കുന്ന, ദുഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്. 5ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വിവാഹം ഒരു ദൈവീക സ്ഥാപനമാണ്, അഥവാ ദൈവം സ്ഥാപിച്ചതാണ്. ദൈവത്തിൻ്റെ വളരെ പ്രത്യേകമായ മുൻഗണനയുണ്ട്. ഈ വിവാഹ ബന്ധങ്ങൾ ദൈവഹിതപ്രകാരം നിയന്ത്രിക്കപ്പെട്ടതായിരിക്കണം. വിവാഹബന്ധത്തെക്കുറിച്ചുള്ള നിയന്ത്രണ രേഖ ദൈവം വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മാതൃക തികവുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. അതിൽ നിന്നുള്ള വ്യതിയാനം തകർച്ച, നാശം, പരാജയം കൊണ്ടുവരും. ആദ്യ കുടുംബം ആരംഭിച്ചത് പരിശുദ്ധമായിട്ടുള്ള നിർമ്മലതയോടുകൂടിയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ കുടുംബം ആത്മീകമായും സാമൂഹ്യമായും ലോകത്തൊരു ശക്തിയായി നിലകൊണ്ടു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കുടുംബത്തിൻ്റെ മേലുണ്ടായിരുന്നു. കുടുംബത്തിലുള്ളവർ ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ, എല്ലാവിധത്തിലും നമ്മൾ നോക്കുമ്പോൾ ഒരു മാതൃക ദൈവം കുടുംബത്തെക്കുറിച്ച് നൽകിയിരുന്നു. പക്ഷേ ഈ മാതൃകയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭം മുതൽ തന്നെ പിശാച് ഒരുക്കി. പലതരത്തിലുള്ള ദൂഷ്യങ്ങൾ, നശിപ്പിക്കുന്ന കാര്യങ്ങൾ കുടുംബബന്ധത്തിൽ കടന്നു വന്ന് കുടുംബത്തിൻ്റെ പവിത്രത തകർക്കുവാനിടയായി. നമ്മുടെ പഠനത്തിൽ നാം ചിന്തിക്കുന്നത് ഇപ്രകാരം തകർത്തതായ ചില വിഷയങ്ങളാണ്. ആദ്യമായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ ഈ ദൂഷ്യം എന്തായിരുന്നു? പോളിഗാമി, ബഹുപത്നീകത്വം. അതായത് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന അവസ്ഥ. ഇതാണ് ആദ്യമായി കുടുംബത്തിൻ്റെ പരിശുദ്ധിയെ തകർത്ത വിഷയം. ഇതെവിടെ ആരംഭിച്ചു? ഇത് ആരംഭിച്ചത് ആദാമിൽ നിന്ന് 6ാമനായി ജനിച്ചതായ ലാമേക്കിലൂടെയാണ്. ലാമേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4ാം അധ്യായം 17 മുതൽ 19 വാക്യങ്ങളിൽ നമുക്ക് ഈ മനുഷ്യനെ കാണാൻ കഴിയും. ഉൽപ്പത്തി 4, 17 മുതൽ 19 വരെ. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകന് പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെതൂശയേലിനെ ജനിപ്പിച്ചു. മെതൂശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമാക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റുള്ളവൾക്ക് സില്ല എന്നും പേർ. ലാമാക്ക് ആദ്യമായിട്ട് ഈ വ്യവസ്ഥ ആരംഭിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് 2 ഭാര്യമാരെ എടുത്തു. 2 ഭാര്യമാർ. ബഹുപത്നീകത്വം, ബഹുഭാര്യ എന്നുള്ള അവസ്ഥ അവൻ ആരംഭിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6ാം അധ്യായത്തിൻ്റെ 1ാം വാക്യത്തിൽ വംശങ്ങൾ പെറ്റുപെരുകി കഴിയുമ്പോൾ മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൂതന്മാർ മനുഷ്യരായിട്ട് വന്നതല്ല. അതൊരിക്കലും സാധിക്കില്ല. ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ദൈവമക്കൾ, ദൈവഭക്തരായിരിക്കുന്ന സമൂഹം. ആ ഒരു സമൂഹമുണ്ട്. അവർ ലോകത്തിലെ മക്കളുമായി ഇടകലർന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളിച്ചെയ്യും. അതിനെ തുടർന്നാണ് പ്രളയം ദൈവം വരുത്തിയത്. ആ വിശുദ്ധമായ വംശം തകരുകയാണ്. ബോധിച്ചേവരെ ഭാര്യമാരെടുക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇതാദ്യം കൊണ്ടുവന്നത് ലാമക്കിലൂടെയാണ്. ഈ സ്വഭാവം, ഈ രീതി ദൈവജനത്തിൻ്റെ ഇടയിൽ എല്ലാ മേഖലകളും വ്യാപിച്ചു. പിതാക്കന്മാർ, രാജാക്കന്മാർ എല്ലാവരിലും ഇത് ബാധിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 16ാം അധ്യായം ആദ്യത്തെ 16 വാക്യങ്ങളിലും ഉൽപ്പത്തി പുസ്തകം 25ാം അധ്യായത്തിൻ്റെ 1ഉം 6ഉം വാക്യങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. അബ്രഹാമിന് 1ലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25ാം അധ്യായത്തിലെ 1ാം വാക്യത്തിൽ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെഥൂറ എന്ന് പേർ. സാറയെ കല്യാണം കഴിച്ചു. പിന്നീട് ഹാഗാർ, സാറയുടെ നിർബന്ധപ്രകാരം ഹാഗാറിനെ സ്വീകരിച്ചു. പിന്നീട് കെഥൂറയെ സ്വീകരിച്ചു.
അവിടെ നമുക്ക് ആറാമത്തെ വാക്യം കാണുന്നത് അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. അബ്രഹാമിന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു, അവരെയും താൻ കല്യാണം കഴിച്ചു. അനവധി ഭാര്യമാർ അബ്രഹാമിനുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഏശാവ് ഇസ്മേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മേലിൻ്റെ മകളും നെബോത്തിന്റെ സഹോദരിയുമായ മഹലത്തിന് വിവാഹം കഴിച്ചു. ഏശാവ് അപ്പനുള്ള വിരോധത്തിൻ്റെ പേരിൽ തനിക്ക് അനേക ഭാര്യമാരുണ്ട്. ഇതിന് കൂടാതെ ഇസ്മേലിൻ്റെ മകളെ വിവാഹം കഴിച്ചു. 29-ാം അധ്യായം ഉൽപ്പത്തി 29-ന്റെ 23-ാം വാക്യം നോക്കുമ്പോൾ അവിടെ പറയുന്നത്, അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചുകൂട്ടി വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രി അവൻ തൻ്റെ മകൻ ലേയെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. യാക്കോബിന് റാഹേലിനെ ആവശ്യപ്പെട്ടപ്പോൾ ലേയെ കൊടുത്തു. പിന്നീട് 7 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിനെ കൊടുത്തു. അവിടെ 2 ഭാര്യമാരെ യാക്കോബ് സ്വീകരിക്കുന്നു. 36-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. ഇതൊക്കെ വായിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ നാം വായിക്കില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 36-ാം അധ്യായം 2-ാം വാക്യത്തിലും അവിടെ ഏശാവ് ഹിത്യനായ ഏലോവിൻ്റെ മകൾ ആദ, ഹിവ്യനായ സെബിയോന്റെ മകളായ അനായിയുടെ മകൾ ഒഹോലോബ്യ എന്നീ കനാന്യ കന്യകന്മാരെയും ഇസ്മേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. അവിടെ നമുക്ക് ഏശാവിന്റെ കാര്യം കാണാം. അപ്പൊ ഈ പൂർവ്വപിതാക്കന്മാരെ പലരും അനവധി ഭാര്യമാരെ സ്വീകരിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 8-ാമത്തെ 30-ാം വാക്യത്തിൽ ന്യായാധിപന്മാരും ഇതേ രീതി പിന്തുടർന്ന് കാണാം. ന്യായാധിപന്മാർ 8:30. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ പറയുന്നത് ഗിദിയോനെ കുറിച്ചാണ്. ഗിദിയോനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഗിദിയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരുണ്ടായിരുന്നു. ന്യായാധിപനായ ഗിദിയോൻ 70 മക്കളുണ്ട്, വളരെ ഭാര്യമാരുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിൽ രാജാവില്ല അക്കാലത്ത് എഫ്രൈം നാട്ടിൽ ഉൾപ്രദേശത്ത് പാർത്തിരുന്ന ലേവ്യൻ ഉണ്ടായിരുന്നു. ഒരു യഹൂദിലെ ബെത്ലഹേമിൽ നിന്നൊരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. ഒരു ലേവിനെ കുറിച്ച് കാണാം. ന്യായാധിപൻ, ലേവ്യൻ, അബ്രഹാം, പൂർവ്വപിതാക്കന്മാരായ ഇസാക്ക്, യാക്കോബ്, ഇവരെല്ലാം ഈ രീതി പിന്തുടർന്നു. ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും. രാജാക്കന്മാരിൽ വ്യത്യസ്തമല്ല. 2 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 2 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് ദാവീദിനെ കുറിച്ച് കാണാം, ശൗലിനെ കുറിച്ച് കാണാം. ശൗല് തന്റെ വെപ്പാട്ടിയെ പരിഹരിച്ചതായി കാണാം. ഇപ്പൊ 2 ശമൂവേൽ 3-ാം അധ്യായം 7-ാം വാക്യം 2 ശമൂവേൽ 3:7. അപ്പൊ ഈ വേദഭാഗങ്ങൾ നമ്മളെ വ്യക്തമായി കാണിച്ചു തരുന്നത് ചരിത്രം എന്തായിരുന്നുവെന്ന്. 2 ശമൂവേൽ 3:7 പറയുന്നത്, എന്നാൽ ശൗലിന് അയ്യാവിന്റെ മകളായ മിസ്പ എന്നുള്ളൊരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ഈസ്ബോസേത്ത് അബ്ദേരോട് നീ എൻ്റെ അപ്പൻ്റെ വെപ്പാട്ടി എടുക്ക ചേർപ്പോൾ ശൗലിന് വെപ്പാട്ടിയെ സ്വീകരിച്ചിരുന്നു. 1 ശമൂവേൽ 27-ാം അധ്യായം 3-ാം വാക്യം 1 ശമൂവേൽ 27:3 നമ്മൾ കാണുന്നത്, ഇസ്രായേൽക്കാരത്തിയായ അഹീനോഹം, നാബേലിന്റെ ഭാര്യ അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി ദാവീദ് കുടുംബസമേതവും അവൻ്റെ എല്ലാ ആളുകളും കടന്നുപോയതിനെ കാണാം. ദാവീദിനും പല ഭാര്യമാരുണ്ടായിരുന്നു. 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവിടെ ദാവീദിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 2 ശമൂവേൽ 5:13. ദാവീദ് അറിഞ്ഞ് ഹെബ്രോനിൽ നിന്ന് വന്ന ശേഷം ദാവീദ് യെരൂശലേമിൽ വെച്ച് അനവധി അധികം വെപ്പാട്ടികളെ ഭാര്യമാരെയും പരിഗ്രഹിച്ചു. ദാവീദിന് പിന്നെയും പുത്രന്മാരും ജനിച്ചു. ദാവീദിനും അനവധി ഭാര്യമാരുണ്ടായിരുന്നു. 1 ദിനവൃത്താന്തം 14:3. 1 ദിനവൃത്താന്തം 14:3 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഇപ്രകാരമാണ്. 1 ദിനവൃത്താന്തം 14:3. ദാവീദ് യെരൂശലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു, വളരെ പുത്രന്മാരെയും ജനിപ്പിച്ചു. 1 രാജാക്കന്മാർ 11:1 മുതൽ 3 വരെ ശലോമോനെ കുറിച്ച് കാണാം. ശലോമോന് അനവധി ഭാര്യമാരുണ്ടായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ അത് വ്യക്തമായി പറയുന്നു. കൂടാതെ 2 ദിനവൃത്താന്തം 11:21 രഹബിയാമിനെ കുറിച്ചും കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മൊവാബ്യർ, അമ്മോന്യർ, എദോമ്യർ, സിദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളെ അനേക സ്ത്രീകളെ സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോട് കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചിരുന്ന യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നു. അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് പിന്നീട് ചരിത്രം കാണിച്ചു തന്നു. അപ്പോൾ ഈ രീതി ലാമേക്കിലൂടെ കൊണ്ടുവന്ന രീതി സകലിലേക്കും പടരുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ കുടുംബജീവിതം, കുടുംബം എന്ന ദൈവത്തിൻ്റെ സ്വർഗീയമായ നിർമ്മലമായ പദ്ധതിയെ മലിനപ്പെടുത്താൻ ദുഷിപ്പിക്കുന്ന ഈ രീതി ബഹുപത്നീകത്വം പടരുകയാണ്. ഇത് അവസാനം പല കുടുംബങ്ങൾക്കും നാശത്തിന് കാരണമായി. ഉൽപ്പത്തി 16-ാം അധ്യായത്തിലും ഉൽപ്പത്തി 21-ാം അധ്യായത്തിലും അബ്രഹാമിന്റെ കുടുംബത്തിൽ ഹാഗാറും സാറയും തമ്മിലുണ്ടായ പ്രശ്നം നമുക്കറിയാം.
ഉൽപ്പത്തി 29:21 മുതൽ 30-ാം അധ്യായത്തിൽ 24 വരെ യാക്കോബിലെ ഭാര്യമാർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അറിയാം. കുടുംബത്തിൽ അസമാധാനമുണ്ടായി. 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ ഹന്നയും പെനീനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അനേക എബ്രായ കുടുംബങ്ങൾ നിയന്ത്രണമില്ലാത്ത ഈ രീതി പിന്തുടർന്നു. അനേക ദാസിമാരെ, വെപ്പാട്ടികളെ അവർ സ്വീകരിച്ചു. അതുകൊണ്ട് കുടുംബം ഇങ്ങനെ ചെറിയ 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 കുടിലുകളായി മാറി. ഓരോ കുടിലുകളിലും അല്ലെങ്കിൽ ഓരോ കൂടാരങ്ങളിലും ഒരു ഭാര്യയും കുഞ്ഞുങ്ങളും, മറ്റൊരു കൂടാരത്തിൽ വേറെ ഭാര്യയും കുഞ്ഞുങ്ങളും. അങ്ങനെ എബ്രായ കുടുംബത്തിന്റെ സംവിധാനം തന്നെ മാറി. മോശയിലൂടെ ഇത് നിയന്ത്രിക്കാൻ ദൈവം പല വഴികളിലൂടെ ഇടപെട്ടു. ഇത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നില്ല. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 21-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ മോശയിന് നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചതിനെ കുറിച്ച് നമുക്ക് കാണാം. ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിലെ 15-ാം വാക്യം. അവിടെ ഇപ്രകാരം നമുക്ക് എഴുതിയിരിക്കുന്നു. ആവർത്തനം 21-15 ഒരുത്തി ഇഷ്ടയായും മറ്റവൾ അനിഷ്ടയായും ഇങ്ങനെ ഒരാൾക്ക് 2 ഭാര്യമാർ ഉണ്ടായിരിക്കുകയും അവർ ഇരുവരും അവന് പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യജാതൻ അനിഷ്ടയുടെ മകനായിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ സ്വത്ത് പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ മകനായി ആദ്യജാതന് പകരം ഇഷ്ടയുടെ മകന് ജ്യേഷ്ഠാവകാശം കൊടുത്തുകൂടാ. മോശയുടെ നിയമത്തിൽ ഇത് ദൈവം പരിഗണിച്ചു. ദൈവത്തിന് പൂർണ്ണ സമ്മതമുള്ളതല്ല എങ്കിലും ദൈവം ആ സമൂഹത്തിന്റെ അവസ്ഥയ്ക്ക് നിയമങ്ങളിലൂടെ തന്നെ അത് പരാമർശിച്ചു. ഒരു മനുഷ്യൻ 2 ഭാര്യ, ഒരു ഭാര്യ അയാൾക്ക് ഇഷ്ടം, മറ്റൊരു ഭാര്യ ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്ത ഭാര്യയിലാണ് ആദ്യജാതൻ ജനിച്ചത്. ഇവിടെ സ്വത്ത് വീതം വെച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത ആ സ്ത്രീയുടെ മകന് കൊടുക്കുന്നതിന് പകരം ഇഷ്ടമുള്ള സ്ത്രീയുടെ മകന് കൊടുക്കുന്നത് 2ാം ജനിച്ച മകനാണ്. ദൈവം അങ്ങനെ ചെയ്തുകൂടാ എന്ന് വ്യക്തമായി ഇത് പരാമർശിക്കുന്നു. കൂടാതെ ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നോക്കുമ്പോഴും അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേക ഭാര്യമാരെ അവൻ എടുക്കരുത്, വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കരുത്. രാജാക്കന്മാരെ കുറിച്ചുള്ള നിയമമാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായം, പുറപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായം, പുറപ്പാട് 21-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിലും ആ നിയന്ത്രണം നമുക്ക് കാണാം. പുറപ്പാട് 21 അതിന്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. അവൻ മറ്റൊരുത്തിയെ പരിഗ്രഹിച്ചാൽ അവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത്. ഈ 3 കാര്യം അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം. ലേവ്യാപുസ്തകം 18-ാം അധ്യായം. ഇതെല്ലാം വായിക്കേണ്ടത് ആവശ്യമാണ്. വായിച്ചാൽ മാത്രമേ ഈ നിയമങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ലേവ്യ 18-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. അവിടെ പറയുന്നത് ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത്. കാരണം 2 പേരെയും കല്യാണം കഴിക്കരുത്. അവളുടെ മകളുടെ നഗ്നത അനാവൃതമാക്കരുത്, അവളെ പരിഗ്രഹിക്കരുത്. അവർ അടുത്ത ചാർച്ചക്കാരല്ലോ, അത് ദുഷ്കർമ്മം. ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിക്കാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്, അവളെ കൂടെ പരിഹരിക്കരുത്. ലേവ്യാപുസ്തകത്തിന്റെ 20-ാം അധ്യായം 20-14. ദൈവം ഈ വിഷയങ്ങൾ, ഈ മനുഷ്യന്റെ ഈ സ്വഭാവം, ഈ ജഡികമായ മനോഭാവം, താല്പര്യങ്ങൾ, അതിനെ നിയന്ത്രിക്കാൻ പല നിയമങ്ങൾ കൊണ്ടുവന്ന ദൈവം. ലേവ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഒരു പുരുഷൻ സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ദുഷ്കർമ്മം. നിങ്ങളുടെ ഇടയിൽ ദുഷ്കർമ്മം ഇല്ലാതിരിക്കേണ്ടതിന് അവരെയും തീയിലിട്ട് ചുട്ടുകളയണം. ഒരു പുരുഷൻ മൃഗത്തോട് ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, മൃഗത്തെയും കൊന്നു കളയണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടുകൂടെയെങ്കിലും ശയിച്ചാൽ സ്ത്രീയെ മൃഗത്തെയും കൊന്നുകളയും. ഇപ്പം ഇങ്ങനെയുള്ള നിയമങ്ങൾ വ്യക്തമായി കൊണ്ടുവന്നു. ദൈവം വാസ്തവത്തിൽ ഇത് അനുവദിച്ചതല്ല. ഈ ബഹുഭാര്യത്വം ദൈവം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇത് വളരെയധികം വ്യാപകമായി പടർന്നു ഇസ്രായേൽ ജനത്തിന് നടുവിൽ. ദൈവത്തിന് അനുവാദമുണ്ടായിരുന്നില്ല. ഉത്തമന്മാരായ വിശിഷ്ടരായ ദൈവമക്കള് വിവാഹത്തെ വളരെ ഉന്നതമായ രീതിയിൽ തന്നെയാണ് കണ്ടിരുന്നത്. ഹോസിയ പ്രവന്റെ പുസ്തകത്തിൽ ഹോസിയ പ്രവൻ പറയുന്ന വാക്ക് കേൾക്കാം. ഹോസിയ പ്രവൻ ഇപ്രകാരം പറഞ്ഞു. ഹോസിയ പ്രവന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. ഞാൻ നിന്നെ സദാകാലത്തേക്ക് എനിക്ക് വിവാഹത്തിൽ നിശ്ചയിക്കണം. ദൈവവും ഇസ്രായേൽ ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഏകഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ്. ഏകഭാര്യ ഭർത്തൃ എന്താണ് എൻ്റെ നേരിൽ? ദൈവവും ഇസ്രായേൽ ജനങ്ങളും തമ്മിലുള്ള ബന്ധം. ദൈവത്തിന് 2 ഭാര്യമാരില്ല എന്നർത്ഥം. ദൈവം ഇസ്രായേൽ ജനങ്ങളുമായി വിവാഹ ഉടമ്പടി പോലെ ഉടമ്പടി പ്രവേശിച്ചു. അത് ഏറ്റവും പ്രധാനമായി ദൈവം കാണിച്ചു തന്നു. ഇപ്പോൾ മൊണോഗാമസ് മാരേജ്, ഏക ഭാര്യ ഏക ഭർത്താവ് എന്ന നിയമം, അത് ദൈവവും ഇസ്രായേൽ ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നേരിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ സദാകാലത്തേക്ക് വിവാഹത്തിൽ നിശ്ചയിക്കും. അത് നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടി നിന്നെ എനിക്ക് വിവാഹത്തിൽ നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിൽ നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരം നൽകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അപ്പോൾ ഇസ്രായേലിനും ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കരുണ ലഭിക്കാത്തവരോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തവരോട് നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവമെന്ന് അവരും പറയും. ഇപ്പോൾ ദൈവവും ഇസ്രായേൽ ജനങ്ങളുടെ ബന്ധം
ഭാര്യ ഭർത്തൃബന്ധം പോലെ, ഏക ഭാര്യ ഏക ഭർത്താവ്. യെശയ്യാപ്രവചന പുസ്തകം 57-ാം അധ്യായത്തിൽ ഈ വിഗ്രഹാരാധനയും ബഹുഭാര്യത്വവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ദൈവം കാണിച്ചു തരും. യെശയ്യാപ്രവചന പുസ്തകം 57-ാം അധ്യായം, യെശയ്യാപ്രവചന പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്ഷുദ്രക്കാരിത്തിയുള്ള മക്കളെ, വ്യഭിചാരിയുടെയും വേശ്യയുടെയും സന്തതിയെ, ഇങ്ങോട്ടടുത്ത് വരും. നിങ്ങൾ ആരെയാകുന്നു കളിയാക്കുന്നത്? ആരുടെ നേരെയാകുന്നു നിങ്ങൾ വായ് പിളർന്ന് നാക്ക് നീട്ടുന്നത്? നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയും അല്ലയോ? നിങ്ങൾ കുരുവേലകങ്ങൾക്കരികത്തും ഓരോ പച്ചമരത്തിനും കീഴിലും ജ്വലിച്ച് പിളർപ്പുകൾക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറുക്കുന്നുവല്ലോ. തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അത് തന്നെ നിന്റെ ഓഹരി. അതിനല്ലോ നീ പാനീയബലി പകർന്ന് ഭോജനബലി അർപ്പിച്ചിരിക്കുന്നത്. ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ? പൊക്കവും ഉയരവുമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറിച്ചെന്നു. കതകിനും കട്ടളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു. നീ എന്നെ വിട്ടുചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതമാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി അവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ശയനം കൊതിച്ച് ആംഗ്യം നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വിഗ്രഹാരാധനയും ഈ ബഹുഭാര്യത്വവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രവാചകനെ മാലാക്കി പറഞ്ഞ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. മാലാക്കി, പഴയ മറ്റിൽ അവസാന പുസ്തകം മാലാക്കിയുടെ പുസ്തകത്തിൽ വ്യക്തമായി മാലാക്കി ഈ ദൈവം ആഗ്രഹിക്കുന്ന വിവാഹബന്ധത്തിലെ പരിശുദ്ധമായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ നിർമ്മലതയെക്കുറിച്ച് മാലാക്കി പ്രവചൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. മാലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 16 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നുവെന്ന് സൈനികരുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്ത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിവാഹബന്ധത്തിലെ വിശ്വസ്തത ദൈവത്തിൻ്റെ വലിയ വിഷയമാണ്. വിവാഹബന്ധത്തിലെ പവിത്രത, പരിശുദ്ധി ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമാണ്. അപ്പോൾ കുടുംബബന്ധത്തെ തകർത്ത ആദ്യത്തെ ദൂഷ്യം, ആദ്യത്തെ നാശം ബഹുഭാര്യ പദ്ധതി. ഒരു പുരുഷൻ അനേക ഭാര്യമാരെ സ്വീകരിച്ചു. ലാമക്കിലൂടെ തുടങ്ങി. ഇന്നും പലരും പുറമെ ഒരു ഭാര്യയുമായിട്ട് ഒരു കുടുംബത്തിൽ താമസിക്കുന്നുണ്ടെങ്കിലും പരസ്ത്രീ ബന്ധം പലരിലും കാണാം. അത് കുടുംബത്തെ തകർക്കും. ലാമക്കിലൂടെ ആരംഭിച്ച ഈ രീതി പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ പിതാക്കന്മാരിലെ, രാജാക്കന്മാരിലെ, ന്യായാധിപന്മാരിലെ, ലേവ്യരിലെ, സാധാരണക്കാരിൽ മൊത്തത്തിൽ വ്യാപരിച്ചു. മോശയിലൂടെ പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. കുടുംബങ്ങളെ ഈ വിഷയം തകർത്തു. ദൈവം വ്യക്തമായ കൽപ്പനകളും താക്കീതുകളും കൊടുത്തു. ദൈവത്തിൻ്റെ ആഗ്രഹമെന്നും ഏക ഭാര്യ ഏക ഭർത്താവ്, മരണം വരെ വിശ്വസ്തരായിരിക്കും. ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധം ഒരു ഉടമ്പടി ബന്ധമാണ്. വിവാഹബന്ധം പോലെയുള്ള ഉടമ്പടി ബന്ധം. രണ്ടാമത്തെ ദൂഷ്യം നമുക്ക് അടുത്ത പാഠത്തിൽ നമ്മൾ പരിചയപ്പെടും. മൊത്തം 5 ദൂഷ്യങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഈ വിഷയത്തിൻ്റെ വളരെ വിശാലമായൊരു പഠന പരമ്പരയാണ് നാം ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ പഠനത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് നേടേണ്ടത് ആവശ്യമാണ്. വിവാഹം കഴിക്കാൻ പോകുന്നതിന്, വിവാഹം കഴിച്ചവരും എല്ലാവരും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വചനപ്രകാരമുള്ള അടിസ്ഥാന വിഷയങ്ങളാണ്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സമൂഹത്തിലെ മറ്റു മേഖലകളിൽ നിന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, മനഃശാസ്ത്രപരമായ വിഷയങ്ങളല്ല, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.